ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഞാൻ യൂട്യൂബിൽ വന്നത് നവംബർ ഫസ്റ്റ് വീക്ക് തൊട്ടാണ് യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത്. സോ അന്ന് തൊട്ട് ഇന്ന് വരെ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും എൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ഇത് 11ാമത്തെ ആഴ്ചയായിരുന്നു. ഈ 11 ആഴ്ചയിലും 9 ആഴ്ച പ്രോഫിറ്റിൽ തന്നെ നമ്മൾ എൻഡ് ചെയ്തു. അതുകൂടാതെ 2 ആഴ്ചകൾ, ഒരാഴ്ച എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 രൂപേൻ്റെ ലോസ് ഉണ്ട്, പിന്നെ ഒരു 3000 റുപ്പീസ്. അപ്പോൾ ഒരു മിനിമം ഒരു 4000 റുപ്പീസ് ആണ് ഒരു വീക്ക്ലി ബേസിൽ ലോസ് ആയിട്ട് എന്തോ നമ്മൾ ബുക്ക് ചെയ്ത് ഇറങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഈ 11 ആഴ്ചയിലും എല്ലാ ദിവസവും നമ്മളെ പൊസിഷൻസ് 9:15 തൊട്ട് മാർക്കറ്റിൽ 3:30 വരെ കംപ്ലീറ്റ്ലി ത്രൂ ഔട്ട് ഓപ്പൺ ആയിരിക്കും. ഒരു ദിവസം പോലും ട്രേഡിങ് മുടക്കിയിട്ടില്ല കേട്ടോ. പൊസിഷൻസ് ഇല്ലാതെയോ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ മാർക്കറ്റിൽ പൊസിഷൻസ് ഓപ്പൺ ആയിട്ട് ഞാൻ ട്രേഡ് ചെയ്യാതിരുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ലാസ്റ്റ് മൺഡേ ആയിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു ഹ്യൂജ് ഫോൾ ആയിരുന്നു. ഏകദേശം 500 പോയിന്റിന് മേളിൽ നിഫ്റ്റി വീണ ദിവസമായിരുന്നു. അന്ന് ഞാൻ മാർക്കറ്റിൽ എൻ്റെ പൊസിഷൻസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പേഴ്സണലി ട്രേഡ് ചെയ്യാനായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. നല്ലൊരു ലോസ് അന്നത്തെ ദിവസം നമ്മൾ ബുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ടെലിഗ്രാം ചാനലിൽ എല്ലാവരുമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റമാണ് കേട്ടോ. സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ ചെറിയൊരു സെക്ഷൻ എടുക്കാനായിട്ട് പോയതാണ്. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ എടുക്കേണ്ട സമയം ഡിലേഡ് ആയി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ റിട്ടേൺ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അവിടെ സ്റ്റേ എടുക്കേണ്ടി വന്നു. പിന്നെ പിറ്റേ ദിവസമാണ് എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് സാധിച്ചത്. പൊസിഷൻസ് അത് ഓപ്പൺ ആയി തന്നെ ഇരുന്നു. ഞാൻ അധികം അഡ്ജസ്റ്റ്മെന്റ്സോ കാര്യങ്ങളോ നടത്തിയില്ല. അന്ന് ഒരു ഹ്യൂജ് ലോസ് ബുക്ക് ചെയ്തായിരുന്നു. ടെലിഗ്രാം ചാനലിൽ ഞാൻ നമ്മളുടെ അക്കൗണ്ടിൽ സംഭവിച്ചിട്ടുള്ള ആ ലോസിനെ പറ്റിയിട്ട് ഞാൻ വിശദമായിട്ട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നെക്സ്റ്റ് ഡേ അതിന്റെ പിറ്റേ ദിവസമൊക്കെ കൊണ്ട് നമുക്കത് റിക്കവർ ചെയ്യാനായിട്ട് സാധിച്ചു. ഞാൻ പേഴ്സണലി എൻ്റെ സിസ്റ്റത്തിന്റെ ഫ്രണ്ടിൽ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അന്നത്തെ ദിവസം അങ്ങനെ ഒരു ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നത്. ഐ എം നോട്ട് കംഫർട്ടബിൾ ട്രേഡിങ് ഇൻ വിത്ത് മൈ ഫോൺ. ഞാൻ ഫോണിൽ ഇന്നേ വരെ ട്രേഡ് ചെയ്തിട്ടില്ല. എനിക്ക് ചാർട്ട്സും കാര്യങ്ങളൊക്കെ കണ്ട് എൻ്റെ പൊസിഷൻസ് എല്ലാം മൊത്തത്തിലൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. സോ ഞാൻ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കുക എന്ന് പറയുന്നത് സിസ്റ്റത്തിൽ തന്നെ ട്രേഡ്സും കാര്യങ്ങളും എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ ലാസ്റ്റ് വീക്ക് ഏകദേശം 12,000 റുപ്പീസ് അടുത്താണ് പ്രോഫിറ്റ് ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. ടോട്ടൽ പി ആൻഡിൽ 13,000 കാണിക്കുന്നുണ്ടെങ്കിലും അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്സ് ആണ് കേട്ടോ 1000 റുപ്പീസ്. സോ റിയലൈസ് ചെയ്ത് 12,000 ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അത് നിങ്ങൾ കാണുന്ന പി ആൻഡിലും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ട്രേഡ്സും കാര്യങ്ങളും എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഉള്ള ട്രേഡ്സ്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. സോ സാറ് മറ്റേ അക്കൗണ്ടിൽ എന്ത് ട്രേഡുകളാണ് എടുത്തിരിക്കുന്നത്, അതും ഇതുമായിട്ട് എന്താണ് ലിങ്ക്? രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഏകദേശം പേഴ്സണൽ അക്കൗണ്ടിൽ എടുക്കുന്ന ട്രേഡ്സ് തന്നെയാണ് അപ്പുറത്തെ അക്കൗണ്ടിലും ഫോളോ ചെയ്യുന്നത്. പക്ഷെ അവിടെ വരാൻ നേരം ഓൾമോസ്റ്റ് 60% ഓഫ് ദ ക്യാപിറ്റലൊക്കെ യൂസ് ചെയ്തോളും. ഇവിടെ ക്യാപിറ്റൽ കുറെ കൂടെ വലുതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ അപ്പുറത്തെ അക്കൗണ്ടിൽ എടുക്കുന്ന ട്രേഡുകളും പറ്റി നിങ്ങൾ ഒരിക്കലും ഈ ട്രേഡ്സിനെ കമ്പയർ ചെയ്യേണ്ട. ഈ അക്കൗണ്ടിൽ നിങ്ങൾക്ക് പ്യുവർലി പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്ത് ഞാൻ എടുക്കുന്ന ട്രേഡ്സും കാര്യങ്ങളും എല്ലാം തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഈ അക്കൗണ്ടിനെ മാത്രം കേന്ദ്രീകരിച്ചാൽ മതി കേട്ടോ. ബാക്കിയുള്ള അക്കൗണ്ട്സിൽ ക്യാപിറ്റൽ ഹ്യൂജ് ആണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു നേക്കഡ് സെല്ലിങ്ങോ കാര്യങ്ങളോ എനിക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അവിടെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഞാൻ നേക്കഡ് സെല്ലിങ്ങും കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ അത് ഒരിക്കലും ഒരു പൂൾഡ് അക്കൗണ്ടിൽ ഒന്നും നമുക്കത് പോസിബിൾ അല്ല. കാര്യം ക്യാപിറ്റൽ കൂടുതലായിരുന്നു. ഒരു വലിയ ഗ്യാപ്പ് ഡൗണോ ഗ്യാപ്പ് അപ്പോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഹ്യൂജ് ലോസിലോട്ട് പോകല്ലേ പൊസിഷൻസ്. സോ അതുകൊണ്ട് അങ്ങനത്തെ സ്ട്രാറ്റജീസ് ചെയ്യാറില്ല. എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് 60% മാത്രമേ ഞാൻ അവിടെ ഫോളോ ചെയ്യാറുള്ളൂ. ബാക്കി 40% ഡൈവേഴ്സിഫൈ ചെയ്ത് വേറെ പല സ്ട്രാറ്റജീസും ആണ് ഞാൻ അവിടെ ഫോളോ ചെയ്യാറായിട്ടുള്ളത്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് കംപ്ലീറ്റ്ലി എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പിന്നീട് നമുക്കൊരു വീഡിയോയിൽ നോക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അക്കൗണ്ടിൽ എന്താണ് നടക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയും കണ്ടും പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ്സ് തരും. പഠിക്കാനായിട്ട് ഒരുപാട് കണ്ടന്റുകൾ ഞാൻ ടെലിഗ്രാം ചാനൽ ത്രൂ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കൺസിഡർ ജോയിനിങ് ദ ടെലിഗ്രാം ചാനൽ. സോ നിങ്ങൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ കോംപ്രിഹെൻസീവ് ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റിയിട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഗൈസ്, കൺസിഡർ ജോയിനിങ് ദ ടെലിഗ്രാം ചാനൽ. നമുക്ക് ഇനി സ്ക്രീനിലോട്ട് പോകാം. എന്നിട്ട് ലാസ്റ്റ് വീക്ക് എന്താണ് നടന്നതെന്ന് യൂഷ്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ ഒരു പ്യുവർ ഡിസ്കഷൻ നടത്താം. വെൽക്കം ഗൈസ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ലാസ്റ്റ് 5 ദിവസത്തെ മാർക്കറ്റ് ആയിരുന്നു. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ. ഏകദേശം 746 പോയിന്റാണ് ഹൈ ടു ലോ മാർക്കറ്റ് നീങ്ങിയിരിക്കുന്നത്. 3%-അടുത്ത് ഒരു
ഹ്യൂജ് മൂവ്മെന്റ് തന്നെയാണ് മാർക്കറ്റ് തന്നിരിക്കുന്നത്. നമ്മൾക്ക് ആദ്യമേ മൺഡേ എന്താ സംഭവിച്ചെന്ന് നോക്കാം. ഞാൻ നിങ്ങളോട് നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ ദിവസമായിരുന്നു കേട്ടോ മൺഡേ. 550 പോയിന്റിന് അടുത്തേക്ക് മാർക്കറ്റ് വീണു, അതും വിത്ത് ഹ്യൂജ് വോളറ്റാലിറ്റി. ഇവിടെ നിങ്ങൾ കാണാം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുന്നു, അതിനുശേഷം തിരിച്ചു വരുന്ന മാർക്കറ്റ് ഒരു റിവേഴ്സലിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, CPR. അവിടെ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തേക്ക് വന്ന് വീണ്ടും പൊളിഞ്ഞടിയുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഒരു ഫ്രീ ഫോൾ ആയിരുന്നു മാർക്കറ്റിൽ സംഭവിച്ചത്. മാർക്കറ്റിൽ ഒരു ഫ്രീ ഫോൾ ആയിരുന്നു. ഇന്നത്തെ ഈ ദിവസം നമ്മൾ ലോസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. പൊസിഷണൽ ട്രേഡിൽ വരെ ലോസ് ബുക്ക് ചെയ്യേണ്ടി വന്നു. ഐ വാസ് നോട്ട് ഇൻ ദ മാർക്കറ്റ്. സോ അങ്ങനെ നമ്മൾ മൺഡേ ലോസ് ബുക്ക് ചെയ്യുന്നു. ഏകദേശം 12,000 റുപ്പീസിന് അടുത്താണ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തത്. നെക്സ്റ്റ് ട്യൂസ്ഡേയിലേക്ക് വരാൻ നേരം അവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് വരുന്നു, മാർക്കറ്റ് മേലോട്ട് പോകാൻ ശ്രമിക്കുന്നു. പക്ഷേ 2 ക്യാൻഡിൽസ് ആണ് ഈ ദിവസത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് കാണാം, ഒന്ന് ഈ ഒരു ക്യാൻഡിലും അടുത്തത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും. ഈ 2 ക്യാൻഡിൽസ് മാത്രം അന്നത്തെ ദിവസം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഒരു പ്രോപ്പർ കൺസോൾട്ടേഷൻ കാണാം. വെറും 160 പോയിന്റിന്റെ അടുത്ത് മാർക്കറ്റ് നീങ്ങിയുള്ളൂ. 160 പോയിന്റ്സ് മൂവ്മെന്റ് തന്നോളൂ. പക്ഷെ 2 ക്യാൻഡിൽ ഹ്യൂജ് സ്പൈക്ക് ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ 2 ക്യാൻഡിൽ നല്ല രീതിയിലുള്ള സ്പൈക്ക് വന്നു. പക്ഷെ അന്നത്തെ ദിവസം പ്രോഫിറ്റിലാണ് കേട്ടോ ഡേ എൻഡ് ചെയ്തത്. ലോസ് ബുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നില്ല. ഈ 2 സ്പൈക്കിനെ നമുക്ക് പ്രോപ്പർലി മാനേജ് ചെയ്യാനായിട്ട് സാധിച്ചായിരുന്നു. കൂടുതലും പൊസിഷണൽ ട്രേഡിലായതുകൊണ്ടാണ് ഈ 2 സ്പൈക്കിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിച്ചത്. നല്ല രീതിയിൽ തന്നെ അതിനെ മാനേജ് ചെയ്യാൻ സാധിച്ചു. വെനസ്ഡേ മാർക്കറ്റ് ഒരു വി ഷേപ്പ് റിക്കവറിയാണ് തന്നത്. ഈ ഒരു റിക്കവറിനെ പറ്റി ഞാൻ ഗ്രൂപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. CPR നിന്ന് താഴത്തോട്ട് വീഴുന്ന മാർക്കറ്റ് CPRലോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ട്രേഡിങ് ചെയ്തു. ചെറിയൊരു റേഞ്ച് അല്ലായിരുന്നു. 200 പോയിന്റ്സിന്റെ ഒരു വി ഷേപ്പ് റിക്കവറിയാണ് അന്ന് മാർക്കറ്റ് തന്നത്. ഈ ദിവസത്തെ പ്രത്യേകത നല്ല സ്പൈക്സ് ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. നല്ല രീതിയിൽ മാർക്കറ്റ് ഹ്യൂജ് ആയിട്ട് സ്പൈക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു റിക്കവറി കിട്ടിയത് കൊണ്ട് മാത്രം നമ്മൾക്ക് പ്രോഫിറ്റിൽ അന്നത്തെ ദിവസം ഇറങ്ങാനായിട്ട് സാധിക്കും. നിങ്ങൾ ടെലിഗ്രാം ചാനൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു ദിവസം മാർക്കറ്റ് താഴത്തോട്ട് നല്ല രീതിയിൽ ഫോൾ കണ്ടപ്പോഴേക്കും കോൾ ഓപ്ഷനെ ഞാൻ താഴത്തേക്ക് കൊണ്ടുവന്ന് കുറെ കൂടെ അഗ്രസീവായിട്ട് പ്ലേസ് ചെയ്തു. എന്താ സംഭവിച്ചത്? പെട്ടെന്നൊരു റീഷേപ്പ് റിക്കവറി വന്നു. അപ്പൊ എന്റെ കോൾ ഓപ്ഷൻസ് പുട്ട് ഓപ്ഷനെ പ്രൊട്ടക്ട് ചെയ്യാൻ കൊണ്ടുവന്ന് കോൾ ഓപ്ഷൻസ് ലോസിലോട്ട് പോവുകയും ഓൾറെഡി പുട്ട് ഓപ്ഷൻ ലോസിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെ വന്നൊരു സാഹചര്യത്തിലാണ് ഈ ദിവസം ട്രേഡ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ മാനേജബിൾ ആയിരുന്നു. ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് അന്ന് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. തേഴ്സ്ഡേയിലേക്ക് വരാൻ നേരം മാർക്കറ്റ് വളരെ കൺസോൾട്ടേറ്റഡ് ആയിരിക്കുന്നു. ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുമെന്നും ഞാൻ അന്നേ നിങ്ങളോട് ഗ്രൂപ്പിൽ പറയുന്നു. ഞാൻ ഈ ദിവസം വേറെ ഒരു അപ്ഡേറ്റ് നൽകില്ല. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, ഒരു പർട്ടിക്കുലർ റേഞ്ച് ഞാൻ 9:20 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ റേഞ്ച് ഞാൻ വരച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന് മാർക്കറ്റ് ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ട്രേഡ് ചെയ്യാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഓൾമോസ്റ്റ് 170-200 പോയിന്റ്സിന്റെ മാർക്കറ്റ് റേഞ്ച് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു റേഞ്ചിനെ കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. പ്രീമിയംസ് സ്പൈക്ക് ഇവിടെയും ഉണ്ടായിരുന്നു കേട്ടോ. പ്രീമിയംസ് ഇവിടെയും നല്ല രീതിയിൽ സ്പൈക്ക് ആവുന്നുണ്ടായിരുന്നു. പക്ഷെ മാർക്കറ്റിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് നമുക്ക് ഈ ഒരു ഡേ പ്രോഫിറ്റിൽ എൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ആദ്യത്തെ 4 ദിവസത്തിൽ 3 ദിവസം നമ്മൾ പ്രോഫിറ്റിൽ എൻഡ് ചെയ്തു. ആദ്യത്തെ ദിവസം നമ്മൾ ലോസിലാണ് എൻഡ് ചെയ്തത്. നെക്സ്റ്റ് ഫ്രൈഡേയിലേക്ക് വരാൻ നേരം ഫ്രൈഡേ ഹ്യൂജ്ലി വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു. എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ല. എല്ലാ പൊസിഷൻസും റെഡിലേക്ക് പോകുന്ന ദിവസം മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു. ഈ പുട്ട് ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പുട്ട് ഓപ്ഷൻ ലോസിലോട്ട് പോകുന്നു. അപ്പോൾ കോൾ ഓപ്ഷൻസ് താഴത്തോട്ട് കൊണ്ടുവന്നു. മാർക്കറ്റ് വീണ്ടും റിവേഴ്സ് ആവുന്നു. നമ്മളുടെ ഓൾമോസ്റ്റ് വെനസ്ഡേ സംഭവിച്ച അതേ കാര്യം മാർക്കറ്റ് റിവേഴ്സ് ആവുന്നു. മാർക്കറ്റ് റിവേഴ്സ് കംപ്ലീറ്റ്ലി മേളിൽ ചെല്ലുമ്പോൾ കോൾ ഓപ്ഷനും അഡ്ജസ്റ്റ് ചെയ്യേണ്ട അവസ്ഥയായി. എല്ലാ പൊസിഷൻസും വളരെ ഹെവി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു ദിവസം. ഒരുപാട് ഓർഡേഴ്സും അന്നത്തെ ദിവസം പ്ലേസ് ചെയ്യേണ്ടി വന്നായിരുന്നു. മാർക്കറ്റ് ഫ്രൈഡേയിലേക്ക് വരാൻ നേരം മാർക്കറ്റ് ആദ്യം നല്ല ഫോളോ ചെയ്യുന്നു, വീണ്ടും റിക്കവർ ചെയ്യുന്നു, തിരിച്ച് അതേ ഫോളോ റിപ്പീറ്റ് ചെയ്തു. ഈ ഒരു പാറ്റേൺ തന്നെയാണോ ട്രേഡ് ചെയ്യുന്നവർക്ക്, നോൺ ഡയറക്ഷണലി ട്രേഡ് ചെയ്യുന്നവർക്ക് ഹ്യൂജ്ലി ഡിസ്കംഫർട്ട് തരുന്നത്.
നോൺ ഡയറക്ഷനലി ട്രേഡ് ചെയ്യുന്നവർക്ക് ഹ്യൂജ്ലി ഡിസ്കംഫർട്ട് തരുന്ന ഒരു ദിവസമായിരുന്നു ഇത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഒരു വി ഷേപ്പ് റിക്കവറി ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞതുപോലെ 230 പോയിന്റ് താഴത്തേക്ക് വീഴുന്നു, 1% താഴത്തേക്ക് വീഴുന്നു മാർക്കറ്റ്. അതിനുശേഷം 1% വീണ്ടും മേലോട്ട് കയറി പോകുന്നു. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വെറും 2 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് മാർക്കറ്റ് സംഭവിച്ചു. അതിനുശേഷം കുറച്ചൊന്ന് മാർക്കറ്റ് ഫ്രീ ആയെങ്കിലും ബാക്കി സമയത്ത് ഈ ഫോള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. പ്രീമിയംസ് നോ ഡീക്കെ അറ്റോൾ. പക്ഷെ ഈ ദിവസം ഫ്രൈഡേ ലോസ് ആണ് കേട്ടോ ബുക്ക് ചെയ്തത്. ഞാൻ ലോസ് ബുക്ക് ചെയ്തെന്ന് പറയാൻ നേരം എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നു. ഈ ക്രെഡിറ്റ് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ക്രെഡിറ്റ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലോട്ടൊക്കെ വരാൻ നേരം പ്രോഫിറ്റിലേക്ക് എങ്ങനെ പോയാലും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇതായിരുന്നു ലാസ്റ്റ് 5 days മാർക്കറ്റ് സംഭവിച്ചത്. വളരെ ഹ്യൂജ്ലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു കേട്ടോ ട്രേഡ് ചെയ്യാനായിട്ട്. ഞാൻ നവംബർ തൊട്ട് നിങ്ങളുമായിട്ട് വീഡിയോസ് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. പക്ഷെ അത് തൊട്ട് ആ കാലയളവ് തൊട്ട് ഇതുവരെയാണ് ഞാൻ ട്രേഡ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫേസ്. ഞാൻ ഇൻട്രാഡേ ട്രേഡിങ്ങിൽ തന്നെ മാറി നിൽക്കുന്ന ഒരു ഫേസ് ആയിരുന്നു ഇത്. വളരെ വോളറ്റൈൽ ആയിരുന്നു. എന്ത് വേണേലും ഒരു മാർക്കറ്റിൽ എപ്പോൾ വേണേലും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഇപ്പം നിലനിൽക്കുന്നത്. ഇൻട്രാഡേ നിങ്ങൾ പ്യൂർലി കുറച്ച് നാളത്തേക്ക്, എക്സ്പെഷ്യലി ഒരു ഫെബ്രുവരി വരെ എങ്കിലും, ഞാൻ ജാനുവരി എൻഡ് വരെ എന്നൊക്കെയാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ തന്നെ പറയാറ്. പക്ഷെ ഒരു ഫെബ്രുവരി വരെ എങ്കിലും നിങ്ങളൊന്ന് വിട്ടിരിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ കിട്ടാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് തിരിച്ചു വന്നാൽ ഹ്യൂജ് പ്രോഫിറ്റ് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഈസിലി മേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഗൈസ്, നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഈ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഇതേപോലെ വന്നിട്ട് ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു ക്ലിയർ ചേഞ്ചസും കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിനെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ കാര്യം നിങ്ങൾ മറക്കരുത്. അടുത്ത ആഴ്ച മാർക്കറ്റ് എങ്ങനെയായിരിക്കുമെന്നും ഞാൻ എന്തൊക്കെയാണ് ട്രേഡിംഗ് പ്ലാൻസ് എന്നുള്ളത് ഞാൻ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം. കാര്യം അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വളരെ ഷോർട്ടായിട്ട് നിർത്താലോ എന്ന് കരുതുന്നത്. ബാലൻസ് വരുന്ന കാര്യങ്ങൾ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വീക്ക് എന്താണ് പ്ലാൻ, എങ്ങനെയാണ് ട്രേഡ് ചെയ്യാനായിട്ട് പോകുന്നതെന്നും നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗണും എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളത് ടെലിഗ്രാം ചാനലിൽ ഡിസ്കസ് ചെയ്യാം. ചാനൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ചേഞ്ചസ് വരുത്താനായിട്ട് നിങ്ങൾ സഹായിക്കുന്നുണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ് ദ ചാനൽ. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. സോ ഗൈസ്, see you with yet another video. See you tomorrow on the trading desk.